തിരികെ അഹമ്മദാബാദിലേക്ക് തന്നെയാണ് അവിടെ നിലവിലിപ്പോൾ വിമാന അപകടശേഷം അവിടെ അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒപ്പം തന്നെ NDRFന്റെ വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട്. What about the black box or anything? Any information from the black box? No bites. No bites. Sir, any comment? യെസ്, അഹമ്മദാബാദിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. വിദഗ്ധ സംഘങ്ങൾ എത്തുന്നു, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തേക്ക് എത്തുന്നു. NDRFന്റെ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ തിരച്ചിലുണ്ട്. അവിടെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ അവിടെ ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം 8:30-9 മണിയോടുകൂടി അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അപകട സ്ഥലം സന്ദർശിക്കും, പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കും. അതിനൊപ്പം വളരെ പ്രാധാന്യത്തോടെ നടക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. കാരണം വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഒരു 32 സെക്കൻഡിനുള്ളിലാണെന്ന് പറയുന്നു. അങ്ങനെയാണ് ആ അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. അത് വിവിധ തരത്തിലുള്ള അന്വേഷണമുണ്ട്. DGC അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വിദഗ്ധ സമിതിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചുകൊണ്ട് അവരുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പം ബോയിങ് വിമാനത്തിന്റെ അധികൃതർ കൂടി ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് വരുന്നു. ഒപ്പം തന്നെ UK ഭാഗത്തുനിന്നുള്ള അന്വേഷണം ഉണ്ടാകുമെന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. സജു തോമസ് കൂടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. സജു, ഇന്നിപ്പോൾ ആഭ്യന്തര അന്വേഷണം അതല്ലാതെ പുറത്തുനിന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. അതിനുള്ള തുടക്കമൊക്കെ ആവേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. അതിനുള്ളൊരു ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക. അഞ്ജൽസി, അങ്ങനെ തന്നെയാണ്. എന്തായാലും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ലഭിച്ചിരിക്കുകയാണ്. പിൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മുൻഭാഗത്തെ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 787 ബോയിങ് വിമാനം ലോകത്ത് ഉണ്ടാക്കുന്ന വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ലോകരാജ്യങ്ങളും ഇതിന്മേലുള്ള അന്വേഷണം ആരംഭിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അന്വേഷണം വേണമെന്നും അവരുടെ ഉദ്യോഗസ്ഥർ, ഉന്നതതല ഉദ്യോഗസ്ഥർ, വ്യോമയാന മേഖലയിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ സംഘത്തിൽ പങ്കെടുക്കുന്നതിന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ DGCയുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് മുഖേനയുള്ള അന്വേഷണമായിരിക്കും പ്രധാനമായിട്ടും എന്ത് സന്ദേശമാണ് ഈ വിമാനത്തിൽ നിന്ന് പുറത്തു വന്നത്, അല്ലെങ്കിൽ ഈ പൈലറ്റ് എന്ത് സന്ദേശമാണ് നൽകിയത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അതിപ്പോൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9 മണിയോട് കൂടി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹം ഈ സ്ഥലവും അതുപോലെ തന്നെ ആശുപത്രി സന്ദർശിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. അഹമ്മദാബാദ് അടക്കമുള്ള സ്ഥലങ്ങൾ വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ലോകത്തെ ഞെട്ടിക്കുന്ന വലിയൊരു അപകടമുണ്ടായി. ഈ അപകടത്തിന്റെ മൂലകാരണം എന്താണ് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. DGCയുടെ ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പക്ഷി ഇടിച്ചതുകൊണ്ടാവാം അത്തരത്തിൽ വിമാനത്തിന്റെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുകയും വിമാനം ഇടിച്ചിറക്കുന്നതുമായിട്ടുള്ള സാധ്യതയാണ് ഇന്നലെ DGCA വ്യക്തമാക്കിയത്. അതായത് ഒരേ സമയം 2 എഞ്ചിനുകളുള്ള